അസ്സലാമു ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ വിപ്ലവപ്പെട്ട സലാനി ഫെസ്റ്റിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഒരു കൊച്ചു കഥ പറയാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കില്ലേ എന്റെ കഥയുടെ പേരെന്തെന്നറിയോ കൂട്ടുകാരെ? എന്തു പറ്റി എന്റെ ഹബീബിന്? ഒരിക്കൽ അങ്ങ് മക്കയിൽ ഒരു വലിയ പ്രഭാഷണം നടക്കുകയാണ്. പ്രഭാഷണത്തിന് വേണ്ടി മുസ്ലിങ്ങളിൽ നിന്ന് 38 ആളുകൾ മാത്രമായി. ആരാണെന്നറിയോ കൂട്ടുകാരെ? പ്രഭാഷകൻ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹൃത്തായ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രഭാഷണം കേട്ട ശത്രുക്കൾക്ക് ശക്തമായ രോഷം വന്നു. ദേഷ്യം സഹിക്കവയ്യാതെ ആണി തറച്ച ചെരുപ്പ് കൊണ്ട് ഒരൊറ്റൊരടി. പിന്നെ അവിടെ എന്തു സംഭവിച്ചെന്നറിയ കൂട്ടുകാരെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടേ എന്ത് സംഭവിച്ചെന്ന്? നമ്മുടെ അബൂബക്കർ സിദ്ദീഖ് നിലം പതിച്ച നിലയിൽ നിലത്തേക്ക് വീണ് കിടക്കുകയാണ്. ഇത് കണ്ട ഉറ്റവർക്ക് ഒട്ടും താങ്ങാനായില്ല. ഉറ്റവർ തേങ്ങി തേങ്ങി കരയുകയാണ്. ഇത് കണ്ട ഉറ്റവർക്ക് ഒട്ടും താങ്ങാനാവാതെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയ ഉമ്മയും ഉപ്പയും ഇത് കണ്ട ഉടനെ ആകെ വല്ലാതായി. കുറെ നേരം വിളിച്ചു നോക്കി, വിളി കേൾക്കുന്നേ ഇല്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ മകന്റെ സൗണ്ട് കേൾക്കാൻ ഇടയായി. ഉമ്മ ഉടനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. എന്ത് ഭക്ഷണമോ? എന്റെ ഹബീബിനെ കാണാതെ എനിക്ക് ഭക്ഷണം വേണ്ട. എന്തു പറ്റി എന്റെ ഹബീബിന്? ഇത് കേട്ട ഉമ്മക്ക് ഒട്ടും താങ്ങാനായില്ല. ഉമ്മ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ദാറുൽ അർഖമിൽ ഉണ്ട് എന്നറിഞ്ഞ ഉടനെ അവിടേക്കു നീങ്ങി. അവിടെ എത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് കണ്ടുമുട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഒരു ചോദ്യം സിദ്ദീഖ് റളിയല്ലാഹു, യാ സിദ്ദീഖ്, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല നബിയെ, എനിക്കൊരു ചെറിയ മുറിവുള്ളൂ. അങ്ങേക്ക് എന്തെങ്കിലും പറ്റിയോ? നോക്കൂ കൂട്ടുകാരെ, ഹബീബിന്റെയും മെഹബൂബിന്റെയും സ്നേഹം എത്രത്തോളമാണ്. നാമും ഇതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുപാട് സ്നേഹവും കരുണവും കാണിക്കണം. നമ്മൾ എത്രത്തോളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നത് അറിയോ കൂട്ടുകാരെ? ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ ഈ കൊച്ചു കഥ നിങ്ങൾക്ക് മുമ്പിൽ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായോ? ലൈക്കൊക്കെ തരും.